ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിരന്തരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു അവഗണന നേരിട്ട് വളരെ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലേക്ക് മാറി നിങ്ങളിപ്പോൾ വളരെ സൈലന്റ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കാരണം ഒരുപാട് നിങ്ങൾ അവരുടെ പുറകെ പോയപ്പോഴൊന്നും അവർ നിങ്ങളുടെ വാല്യൂ കാര്യങ്ങളോ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ട് സൈലന്റ് ആണ്. ഈ ഒരു സമയത്ത് അവർ എന്താണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെയും ഇരിക്കുക. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം അതുപോലെ തന്നെ അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മാത്രം പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവരിക. കാരണം നിങ്ങൾ എന്താണോ മനസ്സിലേക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആവുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാത്രം നിങ്ങൾ തോട്ട് കൊണ്ടുവരിക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Wands, Knight of Pentacles, Four of Swords, the World Energy, Star, Five of Cups, Six of Pentacles, Ten of Swords, Strength, Knight of Cups, Seven of Swords, Three of Cups, Queen of Pentacles, Justice, Five of Wands, Three of Wands, Knight of Wands, Seven of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് എനർജി ആണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് ആദ്യമേ തന്നെ പറയാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ചിന്തിക്കുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയവരായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയവരായിരിക്കാം. എന്നാൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു ചതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഹോപ്പ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളത്. എന്നാൽ ഇവർക്ക് ആ ഒരു കുറ്റബോധം ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മാനസികപരമായിട്ട് ഇവർക്കൊരു വേദന ഇപ്പൊ ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരുപാട് നിങ്ങൾ പുറകെ നടന്ന സമയത്ത് ഇവർ ആ ഒരു വാല്യൂ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കാണിക്കാൻ തയ്യാറെടുത്തിട്ടില്ല. അവർ അവരുടേതായ ഒരു സന്തോഷങ്ങൾക്ക് വാല്യൂ നൽകി നിങ്ങളെ അവഗണിച്ചവരാണ്. ആ ഒരു അവഗണന ഒരുപാട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് നിശബ്ദമായിട്ട് പിന്മാറിയിരിക്കുന്നത്. നിശബ്ദമായിട്ട് പിന്മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയവരുടെ കാര്യമല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവർ ഏതെങ്കിലും രീതിയിൽ ഇവർക്കൊരു മാറ്റങ്ങൾ വന്നിട്ട് ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ചിലവരുടെ കേസിൽ സാഹചര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം ഇവര് റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത്. മറ്റു ചിലവരുടെ കേസിലായിരിക്കാം ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എന്താണ് സിറ്റുവേഷൻ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുക.
എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവിടെ ജസ്റ്റിസും ജഡ്ജ്മെന്റും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു നീതി നൽകണമെന്ന് മനസ്സുകൊണ്ട് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവൃത്തി കുറച്ച് കൂടുതലായി പോയി. ഇത്രയും നിങ്ങളോട് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു നിശബ്ദമായിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും വളരെയധികം നഷ്ടബോധം, സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത കാട് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ചിന്തകൾ കാട് കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ വലിയ രീതിക്ക് ഒരു ഭീതി ഉണർത്തിയിട്ടുണ്ട്. ഇനി പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടുപോവുകയാണോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പ്രതീക്ഷ ഇവർക്കിവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചിന്തിച്ചു കൂടിയിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഇവർ ആ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മറു സൈഡിൽ ആ ഒരു ഭയം ഇവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് നെക്സ്റ്റ് പറയാം. ഇവർ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതും നിങ്ങളോട് അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന്. നിങ്ങളിപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രയും അവരുടെ പുറകെ പോയപ്പോൾ അവർ ശല്യം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ബർഡൻ ആയിട്ട് കണ്ട് ബ്ലോക്ക് ഒക്കെ ചെയ്ത് മാറിയിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ നിങ്ങൾ തന്നെയായിരിക്കാം റിലേഷൻഷിപ്പിൽ നിന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ഇവർ നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സണിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവർ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി അവരിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ അവരെ പൂർണ്ണമായും മറന്നു പോകാതിരിക്കാനും ഒരു അവഗണന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഇതുവരെ അവർ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു അഡിക്ഷനിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കാരണം അവർ ഭയങ്കരമായ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തെറ്റുകളൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരു കമ്മിറ്റ്മെന്റ് നൽകാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലവരുടെ കേസിൽ ഇതൊരു മാരേജ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ലൈഫ് ഒരു റീജോയിൻ ചെയ്തിട്ട് ലോങ് ടേം ആയിട്ട് ഒരു ലൈഫ് വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നിൽക്കുന്നവരായിരിക്കാം. ഇതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഒരു ലോങ് ടേം ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരും ആയിരിക്കാം. അപ്പൊ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളായിട്ട് കാണുന്നത്. ഇവിടെ ഇമോഷൻസ് ഒരു ഭയവും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഇവർ നിങ്ങളിലേക്ക് അറിയിക്കാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാ രീതിക്കും. വളരെയധികം കൺട്രോൾ ചെയ്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ അത് അറിയരുത്, എന്നാൽ ഇവർക്ക് നിങ്ങളെ വേണം താനും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളെ അറിയിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കാത്തതിന്റെ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു സ്വാർത്ഥതയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ മുമ്പിൽ താന്നു തന്നു എന്നൊരു ചിന്തയൊന്നും നിങ്ങളിലേക്ക് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഈ ഒരു വ്യക്തിയിലുണ്ട്. പക്ഷെ എങ്കിലും മനസ്സുകൊണ്ടൊരു സ്നേഹം ഇവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുമാറി അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരുടെ പുറകെ പോകാത്ത ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നത്. ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ, പ്രണയം, സ്നേഹം, ആത്മാർത്ഥത ഇതെല്ലാം തോന്നുന്ന ഒരു സമയമാണ്. അതുപോലെ ഇവർ ഭയങ്കരമായ ഒരു വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ചിന്തിക്കുകയാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ എനർജി തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഒരു വ്യക്തിയുടെ പുറകെ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ ഉണ്ടാവില്ല. നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ നിങ്ങളെ ഓർത്താണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നത്, സ്വയം വേദനിക്കുന്നത്. ഇനിയെങ്കിലും ഈ ഒരു സിറ്റുവേഷന് മാറ്റങ്ങൾ വരണം അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഇവരുടെ തോട്ട്സ് വന്നു തുടങ്ങാനുള്ള കാരണം നിങ്ങളുടെ ഈ ഒരു സൈലൻസ് തന്നെയാണ്. അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് പോവാതെ ഇപ്പൊ നിങ്ങൾ അത്രയും വേദനിച്ചത് കൊണ്ടായിരിക്കാം പോയിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഇവർ വരുമോ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കില്ല. നിങ്ങൾ ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഇനിയും താങ്ങാൻ സാധിക്കില്ലാത്തൊരു എനർജി വന്നപ്പോഴാണ് മാറിയിരിക്കുന്നത്. അതിനെയാണ് യൂണിവേഴ്സൽ ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ.
അപ്പൊ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് റീഡിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് നിങ്ങളോടുള്ളത്. ഇവർ ഏത് രീതിയിലാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഏസ് ഓഫ് വോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ. കാരണം ഒരുപാട് പുറകെ പോയിട്ട് നിങ്ങളെ അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. മാത്രമല്ല ഇവർക്ക് കുറച്ചൊരു ഈഗോയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട്. അവരുടെ ഈഗോ ഇട്ട് പോവാനും പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായിട്ടും അവരൊന്നും അല്ലാതെ ആവാനും പാടില്ല. എന്നാൽ നിങ്ങളെ വേണം താനും. അപ്പൊ അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതും സ്നേഹം ഒരു രീതിക്കും മറ്റൊരു സ്ഥലത്തേക്കും പോകാത്ത രീതിയിൽ വളരെയധികം സൂക്ഷിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിൽക്കുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്താനാണ് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരിപ്പോ ഭയങ്കരമായി സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രാർത്ഥന, അതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് ഓൾറെഡി വന്നായിരുന്നു. ഇതൊരു പ്രാർത്ഥിക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ വളരെയധികം ഒരു സൈലന്റ് ആയിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി മനസ്സിരുത്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത്രത്തോളം വേദനകള് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വേദനകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ പോകുന്ന ഒരു വേദന ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരെ തന്നെ അവർ ആദ്യം റീചാർജ് ചെയ്യാണ്. ആ ഒരു റീചാർജിലൂടെ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ എനർജീനെ ഇൻക്രീസ് ചെയ്തതിന് ശേഷം അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കും. അതിപ്പോ ഒരു forgiveness ആണെന്നുണ്ടെങ്കിൽ പോലും അവരതിന് തയ്യാറാണ്. പക്ഷെ അത് തയ്യാറാവുക എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാത്ത രീതിയിൽ നിൽക്കാനായിട്ട് ചിന്തിക്കുന്നില്ല. ആ ഒരു ഈഗോ അവരുടെ ഉള്ളിലുണ്ട്. എങ്കിലും അവർ തുറന്നു പറയും. അവർ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള രീതിക്കുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ, പ്ലാനിങ് ഇതെല്ലാം നടത്തുന്നുണ്ട്. സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിട്ടുപോവാത്ത രീതിയിൽ ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു മെന്റാലിറ്റി തന്നെയാണ്. വളരെയധികം പ്രതീക്ഷകളോട് കൂടി തന്നെ ഇവരിപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തെ ഓർത്ത് ഇവരിപ്പോ ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആങ്സൈറ്റി, സ്ട്രെസ് ഇതെല്ലാം കൂടി നിൽക്കുകയാണ്. എവിടെയാണോ ഇവർ ആ ഒരു യഥാർത്ഥ സ്നേഹം എന്നുള്ള രീതിക്കൊക്കെ പോയി നിന്നത്, അവിടുത്തെ സ്നേഹം യഥാർത്ഥമല്ല, അല്ലെങ്കിൽ നിങ്ങളുടേതാണ് യഥാർത്ഥമായ ഒരു സ്നേഹം, കയ്യിലിരുന്നപ്പോൾ അതിന്റെ ഒരു വില അവർ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇപ്പൊ അവർ മനസ്സിലാക്കുന്നുണ്ട്. അർഹമായ രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അർഹമായ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നൽകി ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ഡിസിഷനിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ 10 of swords ആണ്. ഇവർക്ക് തന്നെ ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ഇനി വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ അനുഭവിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ മറ്റൊരു രീതിയിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ കൊടുത്ത സ്നേഹം വെറുതെ ആയി പോയല്ലോ എന്നുള്ള എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് യഥാർത്ഥമായ സ്നേഹത്തെ അവർ സ്വയം നഷ്ടപ്പെടുത്തുകയാണല്ലോ എന്നുള്ള രീതിക്കാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ചിന്തകൾ വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു മരണതുല്യമായ വേദന തന്നെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് ഇപ്പൊ പെയിൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായ രീതിക്കുള്ള സ്നേഹം നൽകേണ്ടിയിരുന്നതാണ്. കൂടുതലായിട്ടുള്ള സ്നേഹമൊന്നും നിങ്ങളിലേക്ക് കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല നിങ്ങളെ വലിയ രീതിക്ക് ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ പലപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു പേഴ്സണോട് ക്ഷമിച്ചവരായിരിക്കാം. ഇവർ ഒരുപാട് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ അവരോട് ക്ഷമിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ അവരെ കൂടെ നിർത്തി കൊണ്ടുപോയവരാണ്. പക്ഷെ again ആ ഒരു ഹൈഡിങ് കാര്യങ്ങൾ എല്ലാം വന്നിട്ട് ഇവർ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ചീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവർക്ക് അതിൽ കുറ്റബോധം തോന്നുന്നത്. കാരണം നിങ്ങളെപ്പോലെ ക്ഷമിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഇത്രത്തോളം ഇവരെ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും മറ്റൊരു വ്യക്തികൾക്കും സാധിക്കില്ല. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും എസ്കേപ്പ് ചെയ്യുക, സ്വാർത്ഥതയോട് കൂടി അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ. കാരണം യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് സ്വാർത്ഥതയോട് കൂടിയുള്ള ചിന്ത എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം ഒരു രീതിയിലും തുളുമ്പി പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ റിലേഷൻഷിപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ
ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ പോലും നിങ്ങൾക്ക് അർഹമായ രീതിക്ക് തരാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ പോലും ഇപ്പോൾ അവർക്കൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മനസ്സുകൊണ്ടിട്ട്. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സ്നേഹം എല്ലാം കൊണ്ടും അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ സ്വയം റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് സ്വയമേ തന്നെ തയ്യാറാവുകയാണ്. ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്നുള്ള രീതിക്ക് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. പുറകെ നടന്നപ്പോഴേക്കും അവർ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു മെസ്സേജ് ആയിട്ടായിരിക്കും അവർക്ക് അയച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാത്തിലും ബ്ലോക്ക് ചെയ്തപ്പോൾ നിങ്ങൾ വേറെ നമ്പറിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. എല്ലായിടത്തും ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ പല രീതിക്ക് നിങ്ങൾ അവരെ പുറകെ പോയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാതെ വന്നപ്പോൾ അവസാനം നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു മരവിച്ച അല്ലെങ്കിൽ മരിച്ച ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന വ്യക്തികളായത് കൊണ്ടിട്ടാണ് അവർ ഈ ഒരു സമയത്ത് അതൊക്കെ ഓർത്തെടുക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച ആ ഒരു സമയങ്ങള്, അതുപോലെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സന്തോഷം എല്ലാം നിങ്ങൾ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നീതി നൽകണം എന്നുള്ള ചിന്തകൾ ഇവരിലേക്ക് ഉദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നീതിപൂർവം മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇവരോട് തന്നെ പറയുകയാണ്. അർഹമായ രീതിയിലുള്ള സ്നേഹം നൽകി നീതിപൂർവം റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമായിരിക്കും അവർ ആ ഒരു കമ്മ്യൂണിക്കേഷന് വരുന്ന സമയത്ത്. അതാണ് അവരുടെ ആ ഒരു ഫിയർ വന്നിരിക്കുന്നത്, ഒരു ഭയം എന്ന് പറയുന്നത്. ഇവർ ഭയക്കുന്നുണ്ട് നിങ്ങൾ ഇനി ഇവർ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത്. പക്ഷെ എങ്കിലും എന്തൊക്കെ തടസ്സങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഇവർ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കും. അതിനുവേണ്ടി അവർ ഇപ്പൊ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം പ്രേ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, പ്രാർത്ഥനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം പൂർണ്ണമായും നിങ്ങൾ വിട്ടു പോകരുത്. അതുപോലെ അവർ ഈ ഒരു ഫോർഗീവ്നെസ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സുകൊണ്ടിട്ട്. അതുപോലെ ചിലവരുടെ കേസിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ സ്ട്രോങ് ആണ്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വന്നു എന്ന് പറഞ്ഞാലും അവർ അതിനെയെല്ലാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. പ്ലാനിങ്ങോട് കൂടി തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കണം. വളരെയധികം പ്രിപ്പയർ ചെയ്ത് ചിന്തിച്ചതിന് ശേഷം ഇവരൊരു യാത്രക്ക് ഒരുങ്ങുന്ന അവസ്ഥയാണ്. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കാം. അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണാനായിട്ട് വരാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. നിങ്ങൾ അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരിക, ഇനി നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരിക, ആ ഒരു രീതിക്കൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. കാരണം നേരിട്ടൊരു സംഭാഷണം അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളെ ഒന്ന് കാണണം, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഏറ്റു പറയണം. കമ്മ്യൂണിക്കേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ ആ ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. കാരണം അവർക്ക് ഈ ഒരു നഷ്ടബോധം ഇപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ മാറിയ സമയത്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ പുറകെ നടക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്കൊരു വാല്യൂ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് എന്തായിരിക്കും അവരിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മാറി നിന്ന സമയത്താണ് അവർക്ക് ആ ഒരു റിയലൈസേഷനും കുറ്റബോധവും നഷ്ടബോധവും എല്ലാം തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നിശബ്ദത ഇവരുടെ മനസ്സിൽ വലിയ രീതിക്ക് ഒരു ഭീതി ഉണർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ, നിങ്ങളെയാണ് വേണ്ടത് എന്നുള്ള രീതിക്ക് ഇവര് പ്രതീക്ഷയോടുകൂടി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു നീതി നൽകണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ പോലും എത്തി നിൽക്കുന്നത്. ആ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് ഇവർക്ക് ഈ ഒരു രീതിയിലാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെ ഇനി മുന്നോട്ടേക്ക് ജേർണി പോകണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരു ഡിസ്റ്റൻസ് വേണ്ട എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ് അതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. എത്രത്തോളം പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ആദ്യ കാലങ്ങളിൽ തീർച്ചയായിട്ടും നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
അത് ഏതൊരു ബന്ധത്തിലും ഉണ്ടാവും. അപ്പൊ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴാണ് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളെ വേണം എന്നൊരു ചിന്ത വന്നിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയതിൽ അവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. കാരണം അവരുടെ തെറ്റുകളെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാവരും ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ക്ഷമിച്ചതിന് ശേഷം ചിലപ്പോൾ പൂർണ്ണമായിട്ട് റിലേഷൻഷിപ്പ് വിട്ടുപോകുന്നവരായിരിക്കും. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇവരുടെ തെറ്റുകളാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ക്ഷമിക്കുകയും അതുപോലെ ഇവരുടെ ക്യാരക്ടറിനെയൊക്കെ ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് ഇവരിപ്പോ ഇനി എന്തായാലും മുന്നോട്ടേക്ക് തയ്യാറല്ല. അവരുടെ സ്നേഹം എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് തുറന്നു തന്നെ പറയണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇവർ തന്നെ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നൽകണം. ഇതുവരെ അത് പ്രകടിപ്പിക്കാതിരുന്നത് സ്വന്തമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം തരാനും നിങ്ങളുടെ ബന്ധത്തെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയും വേണം എന്നുള്ള ഒരു ഡിസിഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസും എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കുക. വി എന്നൊരു ലെറ്റർ ആണ്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ചിലവരുടെ കേസിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ, 19 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. S എന്നൊരു ലെറ്റർ, അശ്വതി, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ടോറസ് എന്നൊരു സോഡിയാക് സൈൻ, കോട്ടയം ഡിസ്ട്രിക്റ്റ്, നവംബർ മന്ത്, N എന്നൊരു ലെറ്റർ, ലിബ്ര സോഡിയാക് സൈൻ ആണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. നവംബർ അഗൈൻ വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ്, 22, H അഗൈൻ വന്നിട്ടുണ്ട്. S അഗൈൻ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആവാനുള്ള സാധ്യതയുണ്ട്. മലപ്പുറം, പൂരം, വയനാട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. 1986 വന്നിട്ടുണ്ട്. സ്കോർപിയസ് വന്നിട്ടുണ്ട്. 38 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവര് നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.